ഹലോ ഫ്രണ്ട്സ്, എന്റെ പേര് അനക. ഞാനിപ്പോ കാനഡയിലാണുള്ളത്. എന്റെ അമ്മയാണ് LB ഗ്രൂപ്പിലെ NTS ലീഡറായ സജിനി ശിവദാസ്. ഞാനിപ്പോ സംസാരിക്കാൻ പോകുന്നത് കാശ്മീരി കവനെ കുറിച്ചാണ്. കാശ്മീരി കവ ഞാൻ കഴിച്ച് എന്റെ അനിയനും ഭയങ്കര ഇഷ്ടമാണ്. എന്റെ അനിയനാണ് ആദ്യം കഴിച്ചത്. ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. അവര് ഫസ്റ്റ് അത് കഴിച്ചപ്പോ അവൻ വന്നപ്പോ കൊണ്ടുവന്ന് പിന്നെ അത് അമ്മ എനിക്ക് ഒന്നുകൂടെ അയച്ചു തന്നു. അപ്പൊ എന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അയച്ചു കൊടുത്തപ്പോ അത് ഭയങ്കര അയച്ചു കൊടുക്കല്ല, അവർക്ക് ഉണ്ടാക്കി കൊടുത്തപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോ എല്ലാരും എന്റെ അടുത്ത് വീണ്ടും വീണ്ടും വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇവിടെ ഒരു സ്റ്റാൾ ഇട്ടുകൂടാന്ന്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു സ്റ്റാൾ ഇടാൻ വേണ്ടി ഇപ്പൊ ഒരു 300 കാശ്മീർ കവയ്ക്ക് ഓർഡറും കൊടുത്തിട്ടിരിക്കുകയാണ്. അപ്പം ഇപ്പൊ നമ്മുടെ പ്രൈസ് ചേഞ്ച് ഒക്കെ വരുമല്ലേ, അപ്പൊ ആ സമയത്ത് അമ്മ പറഞ്ഞു അമ്മ എന്നാ വാങ്ങുവാണെങ്കിൽ നീ ഇപ്പൊ വാങ്ങണം എന്ന് പറഞ്ഞാണ് ഞാനിപ്പോ വാങ്ങിച്ചിട്ടിരിക്കുകയാണ്. അപ്പോ അതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വന്നത് നേച്ചറിൽ നിന്നാണ്. ഇതിനകത്ത് സാഫ്രൺ എന്നൊക്കെ പറഞ്ഞാൽ കുങ്കുമപ്പൂവിന് എത്ര വിലയുണ്ടെന്ന് ആർക്കും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അത്രയും വിലയുള്ള സാധനങ്ങളാണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അശ്വഗന്ധ ഇത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. സ്ട്രെസ്സിന് ഹെൽപ്പ് ചെയ്യും, ഉറങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മോങ് ഫ്രൂട്ട് ആണ് സ്വീറ്റ്നെസ്സിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. അതായത് സാധാരണ ഷുഗർ അല്ല യൂസ് ചെയ്തേക്കുന്നത്. ഷുഗർ യൂസ് ചെയ്യുമ്പോൾ നമുക്കത് എന്താ പറയാ, ഒരു ഷുഗർ പേഷ്യൻസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളോ ഇപ്പൊ PCOS ഉള്ള ആൾക്കാർക്കോ ഒന്നും കഴിക്കാൻ പാടില്ല. ബട്ട് ഇതെല്ലാം ഫ്രം നേച്ചറാണ്. എല്ലാ സാധനവും വളരെയധികം PCOS ഫ്രണ്ട്ലി ആണ്, അതുപോലെ തന്നെ ഡയബറ്റിക് ഫ്രണ്ട്ലി ആണ്. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന പ്രൊഡക്ട്സാണ് ഇതിനകത്തുള്ളത്. നിങ്ങൾ അതിന്റെ ഫ്രണ്ടിൽ വായിച്ചു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സാഫ്രോൺ ഉണ്ട്, അശ്വഗന്ധയുണ്ട്, മോങ് ഫ്രൂട്ട് എക്സ്ട്രാക്ട് ആണ്. മോങ് ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വീറ്റ്നർ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഷുഗർ സ്പൈക്ക് ആവില്ല അത് കഴിച്ചു കഴിഞ്ഞാൽ. പക്ഷെ എന്നാ അതിന്റേതായ സ്വീറ്റ്നെസ് ഉണ്ട്. അത്ര നല്ല ഫ്ലേവർ ഉള്ള സാധനമാണ്. മഴയൊക്കെ ഉള്ള സമയത്ത് എൻജോയ് ചെയ്യാൻ, മഴ മഞ്ഞ് ഒക്കെ ഉള്ള സമയത്ത് എൻജോയ് ചെയ്യാൻ അടിപൊളി സാധനമാണിത്. നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്യണം. പിന്നെ ഉറങ്ങാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഇന്നത്തെ കാലത്ത് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറങ്ങാനാണ് ബുദ്ധിമുട്ട്. അപ്പൊ എന്തായാലും എല്ലാവരും മേടിച്ച് ട്രൈ ചെയ്യണം എന്നാണ് ഞാൻ പറയുള്ളൂ. ഞാൻ എന്തായാലും മേടിക്കുന്നുണ്ട്, ഞാൻ എന്തായാലും ട്രൈ ചെയ്യുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യല്ല, ഞാൻ എന്തായാലും ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈവൻ ഐ ഹാവ് എ ബാഗ് ഹിയർ. ഇതെന്റെ വണ്ടിയിൽ ഞാൻ വെച്ചേക്കാണ് ഒരു കാശ്മീരി കവേന്റെ ബാഗ്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്യണം. അപ്പൊ ശരി, ടാറ്റാ.